എഴുതപ്പെട്ട ഇതിഹാസങ്ങളെല്ലാം പെണ്ണിനെ പറ്റി, എണ്ണപ്പെട്ട കഥകൾ കവിതകൾ കലകൾ പെണ്ണിനെ പറ്റി. എഴുതപ്പെട്ട ഇതിഹാസങ്ങളെല്ലാം പെണ്ണിനെ പറ്റി, എണ്ണപ്പെട്ട കഥകൾ കവിതകൾ കലകൾ പെണ്ണിനെ പറ്റി. വരകൾ വാക്കുകൾ വർണ്ണങ്ങളാകെ പെണ്ണിനെ ചുറ്റിപ്പറ്റി, അത് വരച്ച് തീർത്തൊരു പാവം പുരുഷന് എവിടെയോ ലേശം തെറ്റി. വരകൾ വാക്കുകൾ വർണ്ണങ്ങളാകെ പെണ്ണിനെ ചുറ്റിപ്പറ്റി, അത് വരച്ച് തീർത്തൊരു പാവം പുരുഷന് എവിടെയോ ലേശം തെറ്റി. പെണ്ണിൻ കണ്ണീരാണീ ഭൂമിയിൽ കടലായി മാറിയതത്രേ. പെണ്ണിനെ ദുഃഖം തീറ്റിക്കുന്നൊരു പുരുഷൻ ക്രൂരനത്രേ. പെണ്ണിൻ കണ്ണീരാണീ ഭൂമിയിൽ കടലായി മാറിയതത്രേ. പെണ്ണിനെ ദുഃഖം തീറ്റിക്കുന്നൊരു പുരുഷൻ ക്രൂരനത്രേ. ചരിത്രമെതിലും പവിത്ര ചാരിത്രത്തിൻ സുവർണ ചിത്രം. ചരിത്രമിതു മറ്റൊരു പതിവ്രതയുടെ സാക്ഷാൽ സംഭവ ചിത്രം. ചരിത്രമെതിലും പവിത്ര ചാരിത്രത്തിൻ സുവർണ ചിത്രം. ചരിത്രമിതു മറ്റൊരു പതിവ്രതയുടെ സാക്ഷാൽ സംഭവ ചിത്രം. ഇതു സാക്ഷാൽ സംഭവ ചിത്രം. ഇതു സാക്ഷാൽ സംഭവ ചിത്രം. ഇതു സാക്ഷാൽ സംഭവ ചിത്രം. ആളുണ്ടോ? ആരാ? എന്താ വേണ്ടത്? എന്റെ പേര് ഉഗ്രൻ. ഉഗ്രനോ? ആ, ഇത്താത്ത ഉഗ്രു എന്ന് വിളിച്ചാ മതി. കണ്ടിട്ട് ഉഗ്രനായിട്ട് തോന്നണില്ലല്ലോ. പേരിൽ മാത്രമേ ഉഗ്രനുള്ളൂ. ഞാൻ ആളൊരു ലോല ഹൃദയനാ. അല്ല ലോല ഹൃദയ, നിനക്ക് ശരിയായ പേരൊന്നും ഇല്ലേ? ഉണ്ടായിരുന്നു, ഞാൻ തന്നെ മറന്നുപോയി. ഇപ്പോ ഓരോ ദിവസവും നാട്ടുകാർ പുതിയ പുതിയ പേരിട്ടുകൊണ്ടിരിക്കുക. ഒറിജിനൽ പേരെന്താണെന്നറിയാൻ റേഷൻ കാർഡ് നോക്കണം. ഞാനൊരു തമാശക്കാരനും കൂടിയാണേ. നിന്റെ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. കണ്ടോ, എനിക്കിത് കിട്ടണം. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ജീവിക്കാൻ വേണ്ടിയാണ് താത്ത. കക്കാനും പിടിച്ചു പറിക്കാനാണോ ഞാൻ വന്നത്? പുസ്തകം വിൽക്കാനല്ലേ? പുസ്തക വായനയിലൂടെയല്ലേ സമൂഹത്തിന്റെ പുനഃസൃഷ്ടി സാധ്യമാവുന്നത്? ഇത്താത്തക്കറിയോ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, നപ്പോളിയൻ ബോണപ്പാർട്ട്, ഇബ്നു ബത്തൂത്ത, മംഗൾ പാണ്ഡെ, താന്തിയ തോപ്പി, ഗാന്ധിജി, ഇറാത്തോസനീസ്, ഔറംഗസീബ്, മൗലാന അബുൽ കലാം ആസാദ്, മദർ തെരേസ തുടങ്ങിയ നൂറുകണക്കിന് മഹാന്മാരെ ഈ ലോകത്തിന് സംഭാവനയായി ലഭിച്ചതെങ്ങനെ? പുസ്തക വായനയിലൂടെ. ഇത്താത്തയെ കണ്ടാലറിയാം നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലാണെന്ന്. സോപ്പിംഗ് ഒന്നും വേണ്ട, പുസ്തകങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ച് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഏതൊക്കെ പുസ്തകങ്ങളാണല്ലെന്ന് വെച്ചാൽ കാണിക്ക്. താങ്ക് യു. ദാമ്പത്യ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ സങ്കല്പങ്ങൾ, ദാമ്പത്യം ഇന്നലെ ഇന്ന് നാളെ, ദമ്പതികൾക്കൊരു പിന്തുണ, നവദമ്പതികളെ നിങ്ങൾക്ക് മംഗളാശംസകൾ, ഭർത്താവിനെ ഒതുക്കാനുള്ള 101 കുറുക്കുവഴികൾ, പൂന്തിങ്കളാകുന്നു ഭാര്യ, ദമ്പതികളെ ഇതിലെ ഭർത്താവ്. ഇതൊക്കെ എന്ത് പുസ്തകങ്ങളാ? അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി യോജിപ്പിക്കാനുള്ള ഒറ്റമൂലികളാ. പ്രശ്ന സങ്കീർണങ്ങളായ ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകളാണല്ലോ നമ്മുടെ വീടിന്റെ. ഈ പുസ്തകങ്ങളൊക്കെ വേഗം വാരി ബാഗിട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. വിഷമിക്കേണ്ട, ഏറ്റവും പുതിയൊരു പുസ്തകമുണ്ട്. വില അല്പം കൂടുതലായതുകൊണ്ടാണ് പുറത്തെടുക്കാതിരുന്നത്. ഇതാ, ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. 645 രൂപ വിലയുള്ള പുസ്തകമാണ് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ നിരക്കിൽ 325 രൂപയ്ക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള പുസ്തകമാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒരാഴ്ച കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ പുസ്തകം. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ.
വേണ്ട വേണ്ട വേണ്ട, ഏ? ഇവിടെ പുസ്തകങ്ങളൊന്നും തൽക്കാലം വേണ്ട. ഏ, ഏ. ജീവിക്കാൻ വേണ്ടിയാണ് വല്ല പുസ്തക കച്ചവടം നടത്തണമെങ്കിൽ മനുഷ്യന് ഉപകാരമുള്ള പുസ്തകം വിറ്റൂടെ? ഇത്ത ഉപകാരമുള്ള വേറൊരു പുസ്തകമുണ്ട്. എൻ്റെ തെരഞ്ഞെടുത്ത 1000 പോയോ? ബാഗ് എടുത്ത് വേഗം സ്ഥലം വിടാനാ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാനിവിടെ കൂടാൻ വന്നതല്ല. ഓ, എന്തൊരു സാധനം, വായിക്കാൻ അറിയില്ല, എന്നിട്ട് എൻ്റെ അടുത്ത് വലിയ ആളാവുക. ഇയാളെല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോട്ടെ. ഇനി ചായ എടുക്കാൻ നിൽക്കണ്ട, ഞാൻ പോയി. ഉം. ഉം. എന്താടോ വേണ്ടത്? താനേതാ? അയ്യാ മുഗ്രൻ. നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. മാത്രമല്ല ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താൻ എന്തോന്ന് കുന്തം മനസ്സിലാക്കിയെന്നാ പറയുന്നത്? അതെ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അല്ലറ ചില്ലറ വഴക്കും വക്കാണൊക്കെ പതിവാ. പക്ഷേ അത് തുടരാൻ പാടില്ല. എന്നാൽ മിക്ക ദമ്പതികളും കാലാകാലവും വഴക്കാം. എന്താ കാരണം? അറിവില്ലായ്മ, ഗുരുതരമായ അറിവില്ലായ്മ. അറിവ് വായനയിലൂടെ നേടണം. ദാ ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകം വാങ്ങി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യ്. ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആസ്വദിക്കൂ. ഞങ്ങൾ പുസ്തകം വായിക്കാതെ തന്നെ ജീവിതം ഉഷാറായിക്കോളാം. പോരെ? പോരാ, ഒരു പുസ്തകം വാങ്ങണം. ജീവിതം ഉഷാറാക്കാമെന്നൊക്കെ നിങ്ങൾ ഇന്ന് പറയും, നാളെ വീണ്ടും പഴയപടി ആവർത്തിക്കും. ഇയാളോടല്ലേ പുസ്തകം വേണ്ടാന്ന് പറഞ്ഞത്? സ്ത്രീകളോട് അഭിപ്രായം ചോദിച്ചില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അഭിപ്രായം. നീ ഇവിടുന്ന് പോന്നോ അതോ ഇവിടുന്ന് പിടിച്ചെടുക്കണോ? വേണ്ട, പിടിച്ചിറക്കണ്ട. അല്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോണില്ല. ആരും പുസ്തകം വാങ്ങാതെ ഞാനങ്ങനെ ജീവിക്കും? കക്കാനും പിടിച്ചു പറിക്കാനും ഞാൻ ശീലിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യ, പുര നിറഞ്ഞു നിൽക്കുന്ന 3 പിഞ്ചു മക്കൾ, ഏത് നിമിഷവും മതം പൊട്ടാറായി നിൽക്കുന്ന മാതാപിതാക്കൾ, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയുമായി ഞാൻ വരുമെന്ന് കരുതി അനന്തതയിലേക്ക് കണ്ണും നട്ട് ഇതി കർത്തവ്യ മൂഢരായിരിക്കുന്ന അവരോട് ഞാൻ എന്ത് സമാധാനം പറയൂ? പുസ്തകം ആരും വാങ്ങുന്നില്ലെന്ന് പറയണോ? പറയൂ. എന്താടോ പുസ്തകത്തിന്റെ വില? 400 രൂപ. 400 രൂപ? അത് കുറെ ഓവറാ. ഓവറോ? സാറേ, 645 രൂപ വിലയുള്ള പുസ്തകമാണിത്. കൂടുതൽ തർക്കിക്കാതെ ഇതൊന്നും അങ്ങോട്ട് പിടിച്ചേ. അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ വീണ്ടും വിളിച്ചു പറഞ്ഞ് കരയും. അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ. എല്ലാവർക്കും വായിച്ച് രസിക്കാൻ പറ്റുന്ന വേറൊരു പുസ്തകമുണ്ട്. 30 രൂപയെ വിലയുള്ളൂ. ഞാൻ എഴുതിയതാ. ഇതാ എൻ്റെ തെരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ. ഇതും കൂടി കൂട്ടത്തിൽ കിടക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ചതാ. എടോ, തന്റെ കീടബാധ എടുക്കുന്നത് ആവശ്യമുണ്ടായിട്ടല്ല, തന്റെ ശല്യം കൊണ്ടാ. അടി. നാ 1 2 3 4. ഓക്കെ, പിടിച്ച്. ദീർഘ സുമംഗലി ഭവ. വേണോ? വേണ്ടേ? എനിക്കിഷ്ടായി. അടി. എന്തിനാ ആവശ്യമില്ലാതെ ഇത് വാങ്ങിയത്? ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടണ്ടേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഹലോ. ആ, വലൈക്കും അസ്സലാം. വളരെ സുഖാണിക്ക. എല്ലാരും സ്കൂളിൽ പോയി. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അത് സാരമില്ല, ഓരോടും ഞാൻ രാത്രി സംസാരിക്കാം. ആ പിന്നെ നിന്റെ വിശേഷങ്ങൾ പറയ്. എന്താ, അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലക്ക. ഒന്നും വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പിന്നെ സഹായത്തിന് വരുന്ന ആ പെണ്ണ് പോയിട്ടൊന്നുമില്ലല്ലോ? ആ വീട്ടുപണിയൊക്കെ അതിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചാൽ മതി. വീട്ടിലെ ഭാരം പേറി നീ വെറുതെ ക്ഷീണിക്കണ്ട. പിന്നെ കാശിന് വല്ല അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഞാനതങ്ങനെയാ പറയാന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തേ പറഞ്ഞോ? നിനക്ക് എന്നോടല്ലാണ്ട് വേറെ ആരോടാ പറയാനുള്ളത്? എത്ര വേണ്ടേ? ഒരു 10,000 വേണം. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ അമ്മായിയുടെ മകളുടെ ഹൗസ് വാമിങ്, അതിന് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആയിക്കോട്ടെ, കാശ് ഉടനെ അയച്ചുതരാ. പോരെ?
ആ അപ്പോഴേ ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ ഓഫീസിൽ പോകുന്ന വഴിയാ. മക്കളൊക്കെ അന്വേഷണം പറയട്ടോ. ആ ഓക്കെ. ആ ശരി. ഗൾഫിൽ നിന്ന് മൂപ്പരാ വിളിച്ചത്. ആ മനസ്സിലായി. മൂപ്പരോട് ഇനി അടുത്തൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. മാസാമാസം മുടങ്ങാതെ കാശ് ചെന്നാ പോരെ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഒരു 10,000 അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അയക്കുന്നാ പറഞ്ഞത്. നാളെ ബാങ്കിൽ നിന്ന് എടുക്കാം. നല്ലൊരു നുണ പറഞ്ഞിട്ടാ. അതൊന്നും സാരല്ല, വെറുതെ അല്ലല്ലോ, കടമായിട്ടല്ലേ. കടം എന്ന് പറഞ്ഞിട്ട് എത്രയപ്പോ വാങ്ങിയോന്നറിയോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ കോൺട്രാക്ടർമാരുടെ അവസ്ഥ ഇത്. ചില സമയത്ത് ലക്ഷങ്ങൾ ഒരുമിച്ച് വരും, ചിലപ്പോൾ ഒറ്റ കാശുണ്ടാവില്ല. ഇപ്പം ഞാൻ അല്പം ടൈറ്റിലാ, അതുകൊണ്ടാണ് തന്നോട് ചോദിച്ചത്. ആ പ്രയാസമാണെങ്കിൽ വേണ്ട. ഏയ് ഒരു പ്രയാസവും ഇല്ല. അല്ല, താൻ എന്നോട് കണക്ക് പറഞ്ഞതുകൊണ്ട്. അതൊന്നും കാര്യാക്കണ്ട, ഞാൻ സീരിയസ് ആയി പറഞ്ഞതൊന്നല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടി. അല്ല, എത്ര മണിക്കാ ബാങ്കിലേക്ക് വരുന്നത്? നാളെ രാവിലെ ഒരു 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. ആ ഞാൻ ബാങ്കിലേക്ക് വരാം. വേണ്ട അവിടുന്ന് ആരെങ്കിലും കണ്ടാലേ. കണ്ടാലെന്താ, എനിക്കാരെയും പേടിയില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട്. ന്യൂസേ ഒരു മിനിറ്റ് കൊണ്ട് ഗൾഫിലെത്തും. എത്തട്ടെ, ഏറി വന്നാൽ അയാൾ തന്നെ ഒഴിവാക്കും. പക്ഷേ തനിക്ക് ഞാനുണ്ടാവും. അയാളോട് പോകാൻ പറ. ഇപ്പൊ തന്നെ നിങ്ങൾ അങ്ങോട്ടുള്ള വരവ് അയൽവക്കത്തൊക്കെ ചർച്ചയായിട്ടുണ്ട്. വീടിന്റെ ചില റിപ്പയർ പണിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വരുന്നാണെന്ന് പറഞ്ഞാൽ മതി. എന്ന് എസ്റ്റിമേറ്റോ? എല്ലാരും പൊട്ടന്മാരാന്നാ വിചാരം? എനിക്കാരെയും പേടിയില്ല. പിന്നെ ആ തള്ള വരുന്നുണ്ട്. നിങ്ങൾ എവിടെ കണ്ട കുഴപ്പാവും. പോയിക്കോ. തള്ള കേറി വരാൻ കണ്ട നേരം. അതെ, ആ VIP പാസിനാണെങ്കിൽ 500 റിയാൽ തന്നെ വരും. അത് വരും. അതെന്താ വെച്ചാൽ VIP പാസ് എന്ന് പറഞ്ഞാൽ VIP കൂടെ ഇരിക്കുക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം, പിന്നെ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്ന് പരിപാടി കണ്ടൂടെ. ഞാൻ പറഞ്ഞു വെച്ചാല് അത് ഈ ഭക്ഷണത്തിന് അത്രയൊന്നും വരില്ല. അത് കാര്യം ശരി തന്നെ. പിന്നെ ഈ നാട്ടിൽ നിന്ന് സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന്. അതെ ആയിക്കോട്ടെ ആലോചിക്കുക നിങ്ങള്. പൈസ മുഴുവൻ അഡ്വാൻസ് വേണ്ടി വരും. പാസൊക്കെ എന്റെ കയ്യിൽ തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ. പാട്ട് കേൾക്കാൻ ഒരു ടിക്കറ്റ് എടുത്ത് കയറണോ? ഒരു കാസറ്റ് വാങ്ങി കേട്ടാ പോരെ. പിന്നെ മിമിക്സ് പരേഡിലുകൊണ്ടാ ഞാനൊരു ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി നീ ത്യാഗമൊന്നും ചെയ്യണ്ട. സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഗാനമേളയും മിമിക്സ് പരേഡും ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. നീയേ ഒരു 50 റിയാലും എടുക്കും മോനെ. എന്നാ പിടി. ഇപ്പൊ തന്നെ വേണോ? വേണം, ഇല്ലെങ്കിൽ നാളെ നീയൊക്കെ കാല് മാറും. പോരട്ടെ. അസരം ഭായി ഒരു 50 റിയാല്. വരുന്ന വെള്ളിയാഴ്ചയാണ് ഗാനമേളയും മിമിക്സ് പരേഡും. പോടാ. സോറി, കലാവാസനയില്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും അതൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഒരു യോഗം വേണം. നീയൊക്കെ ജീവിതം വായിച്ചു തീർക്കും. നിങ്ങളൊക്കെ മധുവിനെ കണ്ടു പഠിക്കൽ. മോനെ മധു, നീ ഒരു 50 റിയാലും എടുക്കും മോനെ. ഈ പരിപാടിയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാനായിട്ട് മാറി നിൽക്കുന്നില്ല. താങ്ക് യു. പക്ഷേ അബ്ബാസ്കയും ഒരു ടിക്കറ്റ് എടുക്കണം. അബ്ബാസ്ക ടിക്കറ്റ് എടുക്കണമെങ്കിൽ കൊളംബോ വഴി കരിപ്പൂരിലേക്ക് വിമാനം മലർന്ന് പറക്കണം. നീയേ അബ്ബാസ് ഖാൻ ഒരുമാതിരി ആക്കരുത്. എന്തോ നാട് എല്ലാരും കൂടി ഒരുമാതിരി. അബ്ബാസ് ഖാൻ വരുന്ന വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ ഗാനമേളയും മിമിക്സ് പരേഡും. നമ്മുടെ അല്ല, സിനിമാക്കാരുടെ ഗാനമേളയും മിമിക്രി. ശരിയാണ്, പക്ഷേ നമ്മളാണല്ലോ അതൊന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടത്. മാത്രമല്ല ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കിട്ടുന്ന അവസരമുണ്ടല്ലോ, അത് നമ്മളായിട്ട് കളഞ്ഞു കുടിക്കുന്നത്. നീയൊക്കെ അല്ലാതെ തന്നെ ഒന്ന് കുളിച്ച് കണ്ടാ മതിയായിരുന്നു. മതി. ആരും അങ്ങനെ ഓവർ ആവണ്ട. അബ്ബാസ്ക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിലും
നമ്മളുടെ എല്ലാവരുടെയും കൂട്ടസന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. മോനെ, ഞാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവ പറഞ്ഞ പോലെ വിമാനം കൊളംബോ വഴി മലർന്ന് പറക്കണം. ആ, നാടൊട്ടാകെ പാടവും പറമ്പും വാങ്ങിയിട്ട മുതലാളിമാർക്കാ പിശുക്ക് കൂടുതൽ. അതേടാ, ഞാൻ പിശുക്കനായ മുതലാളിയാ. നാട്ടിൽ പാടവും പറമ്പും വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ രാവും പകലും വിശ്രമില്ലാതെ അധ്വാനിച്ചിട്ടാ. അല്ലാതെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് റിയാൽ വലിച്ചുണ്ടാക്കിയിട്ടോ ബാങ്കിൽ അടക്കാൻ തന്ന പണവുമായി മുങ്ങിയിട്ടോ അല്ല. അത് പറഞ്ഞ് നിങ്ങളെന്താ എന്നെ നോക്കുന്നേ? നിങ്ങളെ നോട്ടം കണ്ടാ തോന്നൂ ഞാൻ ഇതിനു മുമ്പ് പണപ്പെട്ടിയുമായി മുങ്ങിയിട്ടുണ്ടെന്ന്. പറഞ്ഞ പോലെ പണപ്പെട്ടിയുമായി മുങ്ങുന്ന കാര്യം പറഞ്ഞ് നിങ്ങൾ ഇവനെ നോക്കിയത് തീരെ ശരിയായില്ല. ഇവൻ കാഷ് കൗണ്ടറിൽ നിന്ന് റിയാൽ വലിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടി അബ്ബാസ്ക മുൻകൂട്ടി പറഞ്ഞതാണ്. ആ വിഷയത്തിൽ പിടിച്ച് ഇനി ആരും തൂങ്ങണ്ട. കുമ്പളം കട്ടവനെ തപ്പി നോക്കിയാൽ അറിയാം. അപ്പോ ടിക്കറ്റിന്റെ കാര്യം? താരങ്ങളുടെ സിനിമാറ്റിക് ഡാൻസും മിമിക്രിക്കാരുടെ വളിഞ്ഞ കോമഡിയും കാണാൻ ഈ മരുഭൂമിയിൽ അധ്വാനിച്ച കാശ് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം നാട്ടിലുള്ള നാളത്തൊരു ജീവിതം, അതിനു വേണ്ടിയാണ് ഞാനിവിടെ അധ്വാനിക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ പ്രവാസികൾ എന്തൊരു വിഡ്ഢികളാ. കാശ് ഭാരാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേജ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് അവരുടെ പാട്ടിനൊപ്പിച്ച് തുള്ളിച്ചാടി കളിക്കുക. അതിൻ്റെ CD കാണുന്ന നാട്ടുകാർക്ക് മുമ്പിൽ നമ്മൾ 6 ബോറന്മാരാണെന്ന് കാണിച്ചു കൊടുക്കുക. ഈ വരുന്ന ഗായകരെല്ലാം സ്റ്റേജിൽ ശരിക്ക് പാടുന്നുണ്ടെന്നാ നിങ്ങളുടെ വിചാരം? ട്രാക്കിലല്ലേ പാട്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് തൽക്കാലം ഞാനും വരുന്നില്ല. അപ്പോഴേ ആ 50 റിയാൽ ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ കുടുംബത്തിന് 4 ദിവസം പട്ടിണിയില്ലാതെ കഴിയാൻ ആ 50 റിയാൽ മതി. ഇപ്പോഴാ എനിക്കതിന്റെ വിഡിത്തം മനസ്സിലായത്. വിറ്റ ടിക്കറ്റ് തിരിച്ചെടുക്കില്ല. സാരല്ല, എന്റെ 50 റിയാല് സൗകര്യം പോലെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തോളാം. ഈ ടിക്കറ്റ് നിന്റെ പോക്കറ്റിൽ ഉണ്ടാവും. എന്നെ പിടിക്കും. നിന്നേക്ക് വിശ്വസിച്ച് എന്നെ ചവിട്ടണം. നിങ്ങളൊക്കെ വന്നില്ലെങ്കിൽ എനിക്കൊരു ചൊക്കുമില്ല. ഈ റൂമിലുള്ള 4 ലൂക്കലുകൾ വിചാരിച്ചാലൊന്നും ഈ പ്രോഗ്രാം സൂപ്പി തോൽക്കൂല. പ്രവാസികൾക്കിടയിൽ ആയിരക്കണക്കിന് മന്ദബുദ്ധികൾ പല റൂമിലുണ്ട്. ഈ ടിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് പിടിപ്പിച്ചോളാം. വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കടാ. നീ മിണ്ടരുത്. ഈ റൂമിലേക്ക് താമസം മാറ്റിയ ശേഷമല്ലതാ നീയൊക്കെ വലിയ നല്ലവനായത്. അതെ, പണ്ട് ഞാൻ മഹാപോക്കായിരുന്നു. അതുകൊണ്ടായിരുന്നടാ നീയൊക്കെ കൊണ്ടുവന്നിരുന്ന ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നത്. ഈ റൂമിൽ വന്നതിന് ശേഷമാ ഞാനൊരു മര്യാദക്കാരനായത്. അത് നിന്നെ കണ്ടിട്ടല്ല, ഈ റൂമിലെ വേറെ ചിലരെ കണ്ട് പഠിച്ചിട്ടാ. ഓ, ഒരു മര്യാദക്കാരൻ. ഇങ്ങോട്ട് മാറണം. അല്ല പിന്നെ ഇങ്ങോട്ട് താടം. ടിക്കറ്റ് എടുക്കാത്തവനെ അങ്ങനെ പോസ്റ്റ് നോക്കി സൂഹിക്കണ്ട. അല്ല വരാതികള്. അതിനിടക്ക് ആരോ അബ്ബാസ്കെ മുതലാളി എന്ന് വിളിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതെന്താ? അല്ല, വാങ്ങിയ പാടവും പറമ്പും പലതും അങ്ങേരുടെ ഭാര്യയുടെ പേരിലാണല്ലോ. അതെ, അതിന് നിനക്കെന്താ ചെയ്തം? എനിക്കൊന്നുമില്ലേ. എന്നാലേ ഇടയ്ക്കിടയ്ക്ക് ആ സുവിശേഷം ഇവിടെ വളമ്പണമെന്നില്ല. ദയവ് ചെയ്ത് രണ്ടാളും ഒന്ന് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഞാനാണോ തുടങ്ങിയത്? ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഇവന് കണ്ടുകൂടാ, അത് തന്നെ. എന്നാ പിന്നെ ആ വീടും കൂടി ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാൻ അബ്ബാസ്ക. സ്നേഹം തികയട്ടെ. വേണ്ടി വന്നാൽ അതും ചെയ്യും. കാരണം ഈ ലോകത്തെ ഏറ്റവും വലുത് എനിക്ക് അവളാ. എന്റെ 3 പൊന്നു മക്കളുടെ ഉമ്മയവൾ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലായിട്ട് മക്കളുണ്ടാവാത്ത നിനക്ക് ആ സ്നേഹബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. മതി മതി, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും സമാധാനം പിരിഞ്ഞു പോകണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോടേ. ഇങ്ങേരെ കൊണ്ടൊന്ന് പിടിപ്പിക്കാം. എന്താ ഒരു വിഷമം? എല്ലാ ഫീലിങ്സും നമുക്ക് മാറ്റാം, എൻജോയ് ചെയ്യാം. ഈ ടിക്കറ്റ് നിനക്ക്. എന്താ അത്? ഗാനമേളയും മിമിക്സ് പരേഡും. എന്നാ? അടുത്ത വെള്ളിയാഴ്ച. എവിടെ വെച്ചിട്ടാ? ദോഹ സ്റ്റേഡിയത്തിൽ. ആരൊക്കെ വരുന്നേ? മിമിക്രിക്കാരും സിനിമാക്കാരും. ഗാൻമേള ഉണ്ടാ? ഇണ്ടേ. ആ, നന്നായി.
അപ്പൊ ഈ ഫീലിങ്സ് ഒക്കെ മാറുക, മാറുന്നേ. എൻജോയ് ചെയ്യാലോ. ഓ, എൻജോയ് ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യ്, 2 ടിക്കറ്റ് ഇങ്ങെടുത്താ. ഓ, ഇവിടെ വെച്ചോളൂ. ഓ, ഇപ്പൊ തന്നെ എക്ലിപ്പെടുത്തല്ലേ. ആ, അപ്പൊ പൊക്കോളൂ. ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം. അല്ല, ടിക്കറ്റിന്റെ കാശ്. അപ്പോഴേ ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? ടിക്കറ്റിന്റെ കാശ്. കാശോ? എന്ത് കാശ്? ടിക്കറ്റിന്റെ. അത് കാശിനാ? പിന്നെ ഫീലിങ്സ് മാറ്റാനല്ലേ? ഇയാൾ എന്നെ കൊണ്ട് വാങ്ങിക്കും. കാശിനാ. താൻ പനിയൻ പൊക്കിയേ. തന്റെ അല്ല, പിന്നെ? തന്റെ അല്ലടോ, എന്റെ പനിയൻ. ആ ടിക്കറ്റ് അവിടെ ഉണ്ടാ? ആ ടിക്കറ്റ് അങ്ങെടുത്തേ. ആ, ഇനി പൊക്കോളൂ. അല്ല, പൊക്കോളൂ, പൊക്കോളൂന്ന്. അവിടെ ഒന്ന് കിടക്ക്, ഒന്ന് കിടക്ക്. എന്താ? അതെ, നേരത്തെ പറഞ്ഞ VIP പാസ് ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് വേണം. VIP പാസാ? നീയൊക്കെ എന്ത് VIP ആടാ? ഈ കാശ് കൊടുത്താൽ കിട്ടുന്ന VIP പാസ് അല്ലേ, അത് മതി. മുമ്പിൽ ഇരുന്നാ മതി. പാസൊക്കെ തരാം, പക്ഷേ 500 റിയാൽ വരും. 500 റിയാലോ? അത് ഓവറാ. ഒരു 400 റിയാൽ തരാം. 400 റിയാലോ? 500 റിയാലിവിടെ ആള് ക്യൂവാ. VIP-കളുടെ കൂടെ ഫ്രണ്ടിലിരിക്ക. സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടില്ല എന്ന ലെവലിലിരിക്ക. പിന്നെ കോട്ടിടണം, എന്റെ മാനം കളയരുത്. 500 റിയാൽ കുറച്ച് ഓവറാ. എന്നാലും എനിക്കൊരു പാസ് വേണം. പക്ഷെ ആരോട് പറയരുതേ. ഏയ്, പിന്നെ നീ വൈകുന്നേരം കാശ് റെഡിയാക്കി വെച്ചോ, ഞാൻ പാസുമായിട്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. എന്തിനാ 5-6 എണ്ണം? യവനെ പോലത്തെ ഒന്ന് പോരെ. വല്യേത്താ, വല്യേത്താ. ഓ, ആരാ? ആ, ഈ ഇപ്പം ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറച്ചില്ലടി. ഏയ്, അങ്ങനൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് എപ്പോഴും വിചാരിക്കും, അപ്പം എന്തെങ്കിലും ഒരു തിരക്കും ഉണ്ടാവും. അതൊന്നല്ല, ഈ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എനിക്ക് നന്നായി അറിയാം. എനിക്ക് വയസ്സ് കുറച്ചായെങ്കിലും ബുദ്ധിക്ക് അന്തക്കേടൊന്നുമില്ല. പക്ഷേ ഈയൊക്കെയാണോള് പറഞ്ഞ് നന്നാക്കേണ്ടത്. ഞാൻ പറയാത്തതുകൊണ്ടാണോ? പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കിപ്പോ എന്നോട് ഇഷ്ടക്കേട് കൂടിയെന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇഷ്ടക്കേട് കൂടിക്കോട്ടെ, എന്നാലും ഉള്ളിലൊരു പേടി ബാക്കി ഉണ്ടാവുമല്ലോ. മോശക്കാരാണെന്ന് വെച്ച് ഒഴിച്ചിട്ടല്ലേ പിന്നെ തിരുത്താൻ കഴിയൂല. നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ അവളോട്? ഞാൻ ഇവിടുത്തെ വേലക്കാരത്തെയാ, അതെനക്കറിയൂലേ. എന്നിട്ടും ഞാൻ ഒരിക്കലും സംഗതി അങ്ങോട്ട് പറഞ്ഞ്. ഓള് ഇന്നെക്കൊള്ള അങ്ങോട്ട് ചാടി കളിച്ചിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഒരു വയസ്സായ തള്ളയാണെന്ന വില പോലും ഓൾ എന്നോട് കാണിച്ചില്ല. ഇപ്പൊ എങ്ങോട്ടാ അവള് പോയത്? ബാങ്ക്ക്ക്. പുതിയാപ്പിള ഇന്നലെ പൈസ അയച്ചിക്കണ്, അതെടുക്കാൻ പോയതാ. ഇനിയിപ്പൊ ആ പൈസ ആ എരപ്പന് കൊടുക്കുള്ളൂ. ഓനിക്ക് പൈസ കൊടുക്കേ? അന്റെ അടുത്ത് വല്ല കഥയുണ്ടോ? ആ ചങ്ങായ ഓളടുത്തുനിന്ന് പൈസ പറ്റിച്ചു പോയേന് ഒരു കണക്കുമില്ല. ഇന്നാള് ഓനിക്ക് 2 വള ഊരിക്കൊടുത്തോള് വിൽക്കാന്. അനക്ക് കേക്കണോ? ഏതോ ഒരു പറമ്പിന്റെ ആധാരം ഓനുക്കും വേണ്ടി ബാങ്കിൽ പണയത്തിലാ. സുബ്ഹാനല്ലാഹ്. ഓളെ കണ്ണിലെ ഞാൻ കണ്ണും ചെവിയില്ലാത്തൊരു പൊട്ടത്തെയാണെങ്കിലും ഫോണിലൂടെയുള്ള കുസൂസ് പറിച്ചിലിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ. ഇപ്പൊ ആ വാഹന ഇവിടെ കേറി വരാനും തുടങ്ങി. അപ്പൊ പിന്നൊക്കെ നേരിട്ട് കേൾക്കാനും വിധിയുണ്ടായി. ആ പാവ അബ്ബാസ് ഗൾഫിൽ കിടന്ന് പെണ്ണുങ്ങള് കുട്ടികളെന്ന് കരുതി ചാവുക. ആ പൈസേന്റെ വില ഓക്ക് അറിയുന്നെങ്കിൽ അനാവശ്യമായിട്ട് 1 ഉറുപ്പ്യ ചെലവാക്കുവോ? ഇനിയിപ്പോ ഗൾഫിൽ നിന്ന് വരുമ്പോ ഈ പോര ഇവിടെ ഉണ്ടെങ്കിലായി, ബാക്കി മുഴുവനും മറ്റോ കൊണ്ടാവും, ഉറപ്പാ. കാര്യങ്ങൾ ഇത്രയ്ക്ക് ഗുരുതരായതൊന്നും ഞാൻ അറിഞ്ഞില്ല വല്യത്ത. നിങ്ങൾക്ക് എന്നോടൊന്ന് പറയായിരുന്നു. എന്നിട്ട് വേണം ഏഷനെ കൂട്ടിയെന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കേ.
അല്ലെങ്കിൽ തന്നെ അബ്ബാസിന്റെ നിർബന്ധം കൊണ്ടാ എന്നെ ഇവിടെ നിർത്തണത്. ഓക്ക് എന്നെ ഇവിടെ നിർത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ എന്റെ തെറ്റപ്പുരയിലും തീ മൂട്ടണ്ട മാളെ. ഭാസ്ക ആ ഇതാരും മധുവോ? കേറി ഇങ്ങോട്ട്. മുന്നിൽ തന്നെ ചാടിയല്ലോ. നിന്റെ മുന്നിലല്ലേ? ഇനിയിപ്പോ എങ്ങോട്ടാ? ഒരു സ്ഥലം കൂടി ഉണ്ട്. ആ നീ എങ്ങോട്ടാ? ഞാൻ റൂമിലേക്കാ. എനിക്ക് നിങ്ങളെ പോലെ ഓടാനുള്ള ആരോഗ്യമില്ലല്ലോ. പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള ശമ്പളം ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരല്പം വിശ്രമവും വേണ്ടേ? വിശ്രമിക്കണം. ഞാൻ പിന്നെ ഗൾഫിൽ ജോലി ചെയ്യാൻ വന്നതുകൊണ്ട് പകലത്തെ വിശ്രമം വേണ്ടാന്ന് വെച്ചതാ. രാത്രിയാണല്ലോ യഥാർത്ഥ വിശ്രമം. ഉറങ്ങുമ്പോ ഞാൻ അതിൽ അങ്ങ് തൃപ്തി അടഞ്ഞു, അത്ര തന്നെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിൽ എനിക്കിട്ടൊരു താങ്ങുണ്ടല്ലോ. ആ അത് നിനക്ക് മനസ്സിലായല്ലോ. ഓ ഇപ്പൊ സമാധാനായി. അതാ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ ഒന്ന് നിർത്തണം. ഞാൻ അവിടെ ഇറങ്ങും. അതാ അവിടെ ആ റൈറ്റില്. ഓക്കെ അവിടെ തന്നെ. ആ നിർത്ത്. ഓക്കെ എന്നാ പിന്നെ മധു പറഞ്ഞതുപോലെ. ഓക്കെ. ഇതൊരു പുതിയ കേന്ദ്രമാണല്ലോ ഭാസ്ക. എന്താ ജോലി? ഇതങ്ങനെ സ്ഥിരമുള്ളതൊന്നുമല്ല. ഒരു 50 റിയാലിന്റെ വകുപ്പുണ്ട്, അത്ര തന്നെ. നടക്കട്ടെ. ഇയാളുടെ ഒരു കാര്യം. आपके लब पे कभी अपना भी नाम आया था शोख नजरों से. ഭാസ്ക. ഇല്ല, ഞാൻ പുറത്താ, ഷോപ്പിലാ. നിങ്ങളെവിടെയുള്ളത്? ഓക്കെ, അവിടെ നിന്നുള്ള പാർക്കിങ്ങിൽ അൽഫർദാന്റെ മുമ്പിൽ ആ പാർക്കിങ്ങിൽ നിന്നോളൂ. ഞാൻ വരും. ഇതൊന്നുമില്ല. ഓക്കെ ഭാസ്ക. ഓക്കെ. എത്രയായി? 8 റിയാൽ.
സോറി. ആ മധു കാത്തു മുഷിഞ്ഞ ഹേയ് നീ അടുത്തവിടെ ഉണ്ടെങ്കിലേ ഒരുമിച്ച് റൂമിൽ പോവാന്ന് വിചാരിച്ചിട്ടാ ഞാൻ വിളിച്ചത്. തേടിയ വള്ളി കാലിൽ ചുറ്റിന്ന് പറഞ്ഞ പോലെ നീ ഇത് അവിടെ തന്നെ വാ. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ? ഇന്ന് എന്താണെന്നറിയില്ല, ഒരു പനിക്കാൻ വരുന്നത് പോലെ. ഒന്ന് വിശ്രമിക്കണം. എവിടെ വണ്ടി? വണ്ടി അവിടെ തന്നെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വിശ്രമമില്ലാതെ ഓടി നടന്ന് സമ്പാദിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി? പലതും ഉണ്ടായി. 15 വർഷം കൊണ്ടേ ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കും സുഖമായി കഴിഞ്ഞുകൂടാനുള്ള വക ഓടിപ്പാഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നാട്ടിൽ പോയാൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. എൻ്റെ മധു, ഇനിയുള്ള കാലം പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്ത് ഭാര്യയും മക്കളും ഒത്ത് സുഖമായി കഴിഞ്ഞുകൂടണം. അതാണ് ശരിക്കുള്ള ജീവിതം. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ പണമുണ്ടാക്കാൻ ആർത്തി കാണിച്ച് ഓടി നടക്കുകയാണ്. പക്ഷേ ഞാൻ നാട് തിരിച്ചു പിടിക്കാൻ ഓടുകയാണ്. 30-40 വർഷം ഗൾഫിൽ ജീവിച്ചിട്ടും നാട്ടിൽ ചെന്ന് വിശ്രമ ജീവിതം നയിക്കാൻ കഴിയാത്ത 100 കണക്കിന് ഗൾഫുകാരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ് ഇങ്ങനെ വിശ്രമമില്ലാതെ ഓടാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതൊക്കെ പോട്ടെ, നിന്റെ കാഴ്ചപ്പാടിൽ എനിക്കിപ്പോൾ എത്ര പ്രായം കാണും? ഒരു 50-53. ഓ, സമാധാനമായി. 2 വയസ്സ് കുറഞ്ഞു കിട്ടിയല്ലോ. പലരും എനിക്ക് 55 വയസ്സാണ് നിശ്ചയിച്ചത്. ശരിക്ക് പറഞ്ഞാൽ എനിക്ക് 46 വയസ്സേ ആയിട്ടുള്ളൂ. നീ നേരത്തെ പറഞ്ഞതുപോലെ വിശ്രമമില്ലാത്ത ഈ ഓട്ടം കൊണ്ട് കിട്ടിയതാണ് ഈ നരയും കഷണ്ടിയും ഒക്കെ. അതുകൊണ്ട് ഈ ഓട്ടം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനിയുള്ള കാലം ഭാര്യയും മക്കളും ഒത്ത് കളിയും ചിരിയും ഒക്കെ ആയി ജീവിച്ചു തീർക്കണം. അടുത്ത മാസം പുറപ്പെടുകയാണ്. അടുത്ത മാസം? അതെ. ഇതെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ. ലീവ് പാസ്സായ ശേഷം ഉറപ്പ് പറയാമെന്ന് കരുതി. അബ്ബാസ്ക്ക് ഇത്രയും പറഞ്ഞപ്പോൾ ഭാര്യ മക്കളോടൊത്ത് നാട്ടിലുള്ളൊരു ജീവിതം ഞാനും സ്വപ്നം കണ്ടുപോവുകയാണ്. ആ സ്വപ്നം എന്നും കാണണം. അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും വേണം. കിട്ടുന്നതൊക്കെ ദൂർത്തടിച്ചിരുന്ന നിന്നെ ഒരു മനുഷ്യനാക്കിയത് ഞാനാണെന്ന് നീ എപ്പോഴും പുകഴ്ത്തി പറയാനുള്ളത് കൊണ്ട് പറയുകയാണ്. ജോലി കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി സമയങ്ങളിൽ മറ്റെന്തെങ്കിലും പാർട്ട് ടൈമിൽ ഏർപ്പെടുക. വെറുതെ ഇവിടെ ഗൾഫിൽ ഒഴിവു സമയങ്ങളിൽ മുഴുവൻ ഉറങ്ങി തീർത്ത് എന്തിനാണ് ഇവിടെ നരയിക്കുന്നത്? അബ്ബാസ്ക പോയാ ഞാൻ ശരിക്കും ഒറ്റപ്പെടും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞ് നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാൻ പണ്ടേ അബ്ബാസ്ക്ക് വാക്ക് തന്നതല്ലേ. മതി, എനിക്കത് കേട്ടാ മതി. ഞാനന്ന് അങ്ങനെ ഒരു വെട്ടിത്തം ചെയ്തില്ലായിരുന്നെങ്കിൽ നീ പറയുമ്പോഴൊക്കെ പറിക്കാൻ നീ വേറെ ആളോ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അത് ശരിയാ, അത് മുന്നറിയായിരുന്നെങ്കിൽ നിന്റെ ചങ്ക് ഞാൻ കലക്കും. അയ്യോ 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 അത്രക്കായോ? അവിടെ നിക്കായി. ബാക്കി ഞാൻ വൈകുന്നേരം വന്നിട്ട് കാണിച്ചു തരടേ. ധൈര്യം ഉണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കടേ. ആരും കണ്ടിട്ടില്ല.
എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇന്ന് രണ്ടാരൊന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങോട്ട് വാ. കർത്താവെ, ഞാൻ മടുത്തു. ഇയാളെ തല്ലാനേ എനിക്ക് സമയമുള്ളൂ. ആഹാ. അയ്യോ, അടിക്കരുത്. ഞാൻ കള്ളനല്ല, ഉഗ്രൻ. ചേച്ചി ഇതങ്ങോട്ട് പിടിച്ചേ. ഇനി എവിടെ പോയിരുന്നാട്ടെ? ഓടി ഓടി ക്ഷീണിച്ചതല്ലേ. ചെല്ല്. അടി. ആ അല്ല, താൻ ആരാ? എന്തിനാ ഇവിടെ വന്നത്? പറയുമ്പോ ഒന്നും തോന്നരുത്. ഞാനിവിടെ വരുമ്പോ ചേച്ചിയും ചേട്ടനും നല്ല അംഗം വട്ട. ഓ, എന്താ ചേച്ചിയുടെ ഒരു പെർഫോമൻസ്! എന്താണ് ഒരു ഡയലോഗ്! ചേട്ടൻ ഓടുന്ന ഓട്ടം കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചു പോയി. അതൊക്കെ പോട്ടെ, എന്താ ചേച്ചി പ്രശ്നം? ഓ, അതിവിടെ എന്നും പതിവാ. എന്റെ ദൈവമേ, എന്നും വഴക്കോ? മോശം ചേച്ചി, വളരെ മോശം. എന്നും വഴക്കടിക്കുന്ന വീട്ടിൽ ഐശ്വര്യം കടന്നു വരില്ല. ഒന്നുകൂടി നന്നായി പെരുമാറാൻ ശ്രമിക്കൂ. നീ പറയാ തന്നെ നന്നായി പെരുമാറുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും